നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂരിലെ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി രാജൻ കെ പല്ലൻ്റൊപ്പാണ്. രാജേട്ടാ, കഴിഞ്ഞ ഒരു 30 വർഷക്കാലമായിട്ടുള്ള ജനകീയ പൊളിറ്റിക്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടും മേയറായിട്ടും നിറഞ്ഞാടി ഇനിതാ MLA ആയിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഇല്ല, എന്നെ വർഷങ്ങളായിട്ട് ജനങ്ങൾക്കറിയാം. ഞാൻ തൃശ്ശൂരിൽ ജനിച്ച് തൃശ്ശൂരിൽ വളർന്ന് ഈ പൂരപ്പറമ്പ് തേക്കിങ്ങാട് മൈതാനത്തിൽ നടന്ന് തൃശ്ശൂർകാരനാണ് ഞാൻ. എനിക്ക് തൃശ്ശൂർ മണ്ണിൽ കിടന്ന് മരിക്കണം തന്നെ എൻ്റെ ആഗ്രഹം. അത്രമാത്രം തൃശ്ശൂരിനെ സ്നേഹിക്കുന്ന, തൃശ്ശൂർ ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വർഷങ്ങളായിട്ട് കോർപ്പറേഷൻ ജനപ്രതിനിധി ആയതുകൊണ്ട് ഈ തൃശ്ശൂരിൻ്റെ എല്ലാ മുക്കും മൂലയും എനിക്കറിയാം, എൻ്റെ ജനങ്ങൾക്കറിയാം. മേയറായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ, വികസനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തുടർഭരണം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ പ്രൊജക്റ്റ്? ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിരവധി ജംഗ്ഷൻ വികസനങ്ങൾ നടത്തി. ദിവാഞ്ചിമല മേൽപ്പാലം കൊണ്ടുവന്നു, പട്ടാളനോട് ബോട്ടിലിനേക്ക് ഒഴിവാക്കി, ശക്തൻ ബസ് സ്റ്റാൻഡ് നവീകരിച്ചു, അതുപോലെ തന്നെ ശക്തൻ വെജിറ്റേറിയൻ മാർക്കറ്റ്, നോൺ വെജിറ്റേറിയൻ മാർക്കറ്റ് നവീകരിച്ചു. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലൂരിലേക്ക് മാലിന്യം കൊണ്ടുപോകേണ്ടെന്ന് തീരുമാനമെടുത്തത് UDF കൗൺസിലാണ്. അങ്ങനെ തീരുമാനമാണ് എടുത്തത്. നമുക്കറിയാം, തൃശ്ശൂർ പട്ടണത്തിലെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അമല ബൈപ്പാസാണ്. മണ്ണുത്തിയിൽ നിന്നും അമല പോകുന്ന ബൈപ്പാസ് ഇതുവരെ നമ്മൾ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരു LDF ഭരണകാലത്ത് ഒരു മന്ത്രിയും ഒരു MLAയും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, കിഴക്കേക്കോട്ട ഫ്ലൈ ഓവർ വരും, പടിഞ്ഞാറേക്കോട്ട ഫ്ലൈ ഓവർ വരും. അതിനെ പറ്റി 10 വർഷമായിട്ട് അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ പൊള്ളയായ വികസന വാഗ്ദാനങ്ങൾ പറയാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെ പറയും. രാജൻ കെ പല്ലൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെയാണ് വികസനം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് നല്ല വെളിച്ചം, നല്ല വൈദ്യുതി, നല്ല റോഡ്, നല്ല പൊല്യൂഷൻ അന്തരീക്ഷം, അങ്ങനെ എല്ലാം കൊണ്ട് ശാന്തമായി ജീവിക്കാനാണ് മനുഷ്യൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പാക്കും. ഒപ്പം തന്നെ മറ്റു വികസനങ്ങൾ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ വികസനം. രാഷ്ട്രീയത്തിന്റെ മുഖം മാറുകയാണ്. രാജൻ കെ പല്ലൻ എന്നുള്ളൊരു 60 വയസ്സുകാരന്റെ ഭാഗത്ത് നോക്കുമ്പോൾ രാജൻ കെ പല്ലനെ വോട്ട് ചെയ്യുന്ന ജൻസി കാലഘട്ടത്തിനോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കൊച്ചി, ഇപ്പോൾ ഞാനൊരു ബാങ്കിലെ ഒരു വലിയൊരു CEO ആയിട്ട് സംസാരിച്ചപ്പോൾ ആ ബാങ്കിലേക്ക് ജോലി ചെയ്യാനായിട്ട് ചെറുപ്പക്കാർ തൃശ്ശൂർ ബ്രാഞ്ചിലേക്ക് വരുന്നില്ല. അതാണ്, തൃശ്ശൂർ ബ്രാഞ്ചിലേക്കോ തൃശ്ശൂർ പരിസരത്തോ ജോലി ചെയ്യാൻ അവർക്ക് ഇഷ്ടമില്ല. അവർ കൊച്ചിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോകണം. അങ്ങനെയുള്ള ചിന്തയാണ്. അതിനെന്താണെന്ന് നമുക്ക് പഠിക്കണം. അത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളില്ല. നമുക്ക് ബീച്ചുകൾ കുറവാണ്, അങ്ങനെ സൗകര്യങ്ങളില്ല. അതിനുവേണ്ടി ചെറുപ്പക്കാർക്ക് ക്യാരക്ടറിൽ മോശം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം തൃശ്ശൂർ ടൗണിലുണ്ടാകും. അതേ ചെറുപ്പക്കാരുടെ തന്നെ ഏറ്റവും വലിയ വിപത്താണ് ഡ്രഗ്സ്. ഒരു ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് രാജൻ കെ പല്ലൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ലഹരിക്കെതിരെ നമ്മൾ പടം വരുന്ന ആൾക്കാരാണ്. ലഹരിക്കെതിരെയാണ് സ്ത്രീ സുരക്ഷ. അതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് നേതാക്കൾ പറയുന്നുണ്ട്. അവസാനമായി തൃശ്ശൂർക്കാരോട്, വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? അല്ല, തൃശ്ശൂർ പട്ടണത്തിലെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വിശ്വാസമാണ് എൻ്റെ ഊർജം. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ കാര്യം മാത്രമല്ല, നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജനപ്രിയ പദ്ധതികൾ പ്രത്യേക കലണ്ടർ തയ്യാറാക്കി 6 മാസം കൊണ്ട് നടപ്പാക്കേണ്ടവ, 1 വർഷം കൊണ്ട് നടപ്പാക്കുന്ന ജനപദ്ധതികൾ, 2 വർഷം കൊണ്ട് നടപ്പാക്കുന്നവ, 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന ജനപ്രിയ പദ്ധതികൾ നിങ്ങളുമായി ആലോചിച്ച് നമ്മൾ തയ്യാറാക്കി ജനങ്ങളിൽ അവതരിപ്പിച്ച് നമ്മൾ 1, 2, 3 നടപ്പാക്കും. ഇത് ജനങ്ങളോടുള്ള ഉറപ്പാണ്. രാജൻ ജെ പല്ലനെ വിജയിപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതും. എല്ലാവിധ ആശംസകളും. ഇതിലൊരു MLA ആയിട്ട് കാണാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി കിട്ടില്ലേ MLA കഴിഞ്ഞാൽ? തീർച്ചയായും. ഓക്കെ, ശരി, താങ്ക് യു.